ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈലേജ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശശില. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമിലി എന്താണ്, അതുപോലെ തന്നെ മെറ്റഫർ എന്താണ്, ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എക്സാമിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സിമിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ മെറ്റഫർ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ. നമുക്ക് കോമൺ ആയിട്ട് അത് അറിയുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്കത് എപ്പോഴും മിസ്സായി പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കാത്തൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു സിമിലി മെറ്റഫറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമിലിയെയും മെറ്റഫറിനെയും കുറിച്ചാണ്. ആദ്യം നമുക്ക് സിമിലി എന്താണെന്ന് നോക്കാം. സിമിലി ഈസ് എ ലിറ്റററി ടേം വെർ യു യൂസ് ലൈക്ക് ഓർ ആസ് ടു കമ്പയർ ടു ഡിഫറെൻറ്റ് തിങ്സ് ആൻഡ് ഷോ എ കോമൺ ക്വാളിറ്റി ബിറ്റ്വീൻ ദം. എന്താണ് സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് വ്യത്യസ്ത വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്ന വേർഡോ അല്ലെങ്കിൽ ആസ് എന്ന വേർഡോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. അതായത് ഒരു മാച്ചും ഇല്ലാത്ത ഡിസിമിലർ ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്ന വേർഡ് ഒന്നെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആസ് എന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു ലൈനിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ. ഇവിടെ ഒരു പെൺകുട്ടിയെ, ഒരു ഗേളിനെ ഒരു ഫ്ലവറുമായിട്ട് കമ്പയർ ചെയ്യാണ്. അതായത് ഒന്നൊരു ഹ്യൂമൻ ബീയിങ് ആണ്, മറ്റൊന്ന് ഒരു ഫ്ലവർ, ഒരു പ്ലാന്റ് ആണ്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴെന്താണ്, രണ്ട് വ്യത്യസ്ത വസ്തുതകളാണ് അല്ലേ. അപ്പോൾ രണ്ട് സാമ്യമില്ലാത്ത രണ്ട് വ്യത്യസ്ത വസ്തുതകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്, ലൈക്ക് എന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈന് നമ്മുടെ സിമിലിക്ക് എക്സാമ്പിളാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹീ ഈസ് ലൈക്ക് എ ലയൺ. അതായത് ഇവിടെ ഒരു ആൺകുട്ടിയെ ഒരു ലയണുമായിട്ട് കമ്പയർ ചെയ്യാണ്. അവന് ഒരു ലയണിനെ പോലെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ഒരു ബോയിയെയും അതുപോലെ തന്നെ ആ ഒരു ആനിമലിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കിടയിൽ ലൈക്ക് എന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ലൈക്ക് എന്ന വേർഡോ അല്ലെങ്കിൽ ആസ് എന്ന ആ ഒരു വേർഡോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈന് സിമിലിക്ക് എക്സാമ്പിൾ ആയിരിക്കും. ഷീ ഈസ് ആസ് ക്യൂട്ട് ആസ് എ കിറ്റൺ. ഇവിടെ ഒരു പെൺകുട്ടിയെ ഒരു പൂച്ചക്കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യാണ്. കിറ്റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പൂച്ചക്കുഞ്ഞിനെയാണ് കിറ്റൺ എന്ന് പറയുന്നത്. ഇവിടെ ആസ് എന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നേരത്തെ രണ്ട് എക്സാമ്പിൾസിലും ലൈക്ക് എന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചായിരുന്നു കമ്പയർ ചെയ്തത്. ഇവിടെ ആസ് എന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്നൊരു ഹ്യൂമൻ ബീയിങ്ങും മറ്റൊന്നൊരു അനിമലുമാണ്. ആ രണ്ട് വ്യത്യസ്ത വസ്തുതകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഷീ ഈസ് ആസ് ക്യൂട്ട് ആസ് എ കിറ്റൺ എന്ന ആ ഒരു ലൈന് ഇവിടെ സിമിലിക്ക് എക്സാമ്പിളാണ്. നമ്മൾ സിമിലി എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റഫറാണ്. Metaphor is a figure of speech that makes a comparison by directly relating one thing to another unrelated thing. Unlike similes and metaphors, do not use words such as like or as to make comparisons. അപ്പോൾ എന്താണ് മെറ്റഫർ എന്ന് പറയുന്നത്? പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിമിലിയും മെറ്റഫറും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. കാരണം ചെറിയൊരു വ്യത്യാസമുള്ളൂ രണ്ടും തമ്മിൽ. എന്ത് വ്യത്യാസമാണുള്ളത്? ഇതും നമ്മൾ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് എന്ന ആ ഒരു വേർഡോ അല്ലെങ്കിൽ ആസ് എന്ന ആ ഒരു വേർഡോ ഉപയോഗിക്കുന്നില്ല. ഇനി എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ദ സ്നോ ഈസ് എ വൈറ്റ് ബ്ലാങ്കറ്റ്. ഇവിടെ മഞ്ഞിനെ ഒരു വൈറ്റ് ബ്ലാങ്കറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് എന്ന വേർഡോ അല്ലെങ്കിൽ ആസ് എന്ന വേർഡോ ഉപയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണുന്ന സമയത്ത് മനസ്സിലാവും. അതാണ് സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഹെർ ഹെയർ ഈസ് ഫ്ലോയിങ് റിവർ. അതായത് ഇവിടെ അവളുടെ മുടിയെ ഒരു റിവറുമായിട്ട് കമ്പയർ ചെയ്യാണ്, ഒരു ഒഴുകുന്ന നദിയുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഇവിടെയും നമ്മൾ ലൈക്ക് എന്ന വേർഡോ ആസ് എന്ന വേർഡോ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സിമിലിയും മെറ്റഫറും തമ്മിലുള്ള കമ്പാരിസൺസ് മനസ്സിലായി. ഇനി നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പാരിസൺ തന്നെ നോക്കാം. ഈ ഒരു എക്സാമ്പിൾസിലൂടെ നമുക്ക് സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ. അവളൊരു ഫ്ലവറിനെ പോലെയാണ്. അതാണ് സിമിലി എന്ന് പറയുന്നത്, പോലെയാണ്. ഷീ ഈസ് എ ഫ്ലവർ. അവളൊരു ഫ്ലവറാണ്. നേരത്തെ ഫ്ലവറിനെ പോലെയാണ്, അവിടെ ആയിരിക്കും സിമിലി എന്ന് പറയുന്നത്. അവിടെ ലൈക്ക് എന്ന ആ ഒരു വേർഡിൻ്റെ അഭാവത്തിൽ വരുമ്പോഴേക്കും അവളൊരു ഫ്ലവറാണ്, ഷീസ് എ ഫ്ലവർ എന്ന ആ ഒരു മീനിങ്ങിലേക്ക് എത്തും. അതാണ് മെറ്റഫർ.
അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഹീസ് ലൈക്ക് എ ലയൺ. ഇവിടെ എന്താണ് ലൈക്ക് എ ലയൺ? ആ ഒരു ലൈക്ക് എന്ന ആ ഒരു വേർഡ് വരുന്ന സമയത്താണ് ഇവിടെ സിമിലി ആയിട്ട് മാറുന്നത്. അവനൊരു ലയണിനെ പോലെയാണ് എന്ന ആ ഒരു മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് അതൊരു സിമിലിയാണ്. ഹീസ് എ ലയൺ, അവനൊരു ലയണാണ്. അത് ഇവിടെ മെറ്റഫറായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സിമിലി മെറ്റഫറും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മൈലേജ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.